സ്വർണം മലയാളികളുടെ പ്രിയപ്പെട്ട നിക്ഷേപ മാർഗമാണെങ്കിലും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നൽകേണ്ട നികുതികളെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല. സ്വർണം ആഭരണമായോ ഡിജിറ്റൽ രൂപത്തിലോ ബോണ്ടുകളായോ കൈവശം വയ്ക്കുമ്പോൾ ചില നികുതി നിയമങ്ങൾ ബാധകമാണ്. സ്വർണം ഇറക്കുമതി ചെയ്യുകയാണെങ്കിലും 6% കസ്റ്റംസ് ഡ്യൂട്ടിയും നൽകേണ്ടതുണ്ട്. മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട നിക്ഷേപ മാർഗമാണ് സ്വർണം. നിലവിലെ സ്വർണ്ണവിലയിൽ വാങ്ങാൻ കഴിയില്ലെങ്കിലും വിൽക്കുന്നവർക്ക് ലോട്ടറിയാണ്. സ്വർണം വാങ്ങാൻ പോകുന്നവർക്ക് അത് സ്വന്തമാക്കണമെങ്കിൽ അതിന്റെ വില മാത്രം നൽകിയാൽ പോരാ, പണിക്കൂലിയും നികുതിയും അടക്കം നൽകേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നാം നൽകേണ്ട നികുതികളെക്കുറിച്ച് കൃത്യമായ ധാരണ പലർക്കുമില്ല. സ്വർണം ആഭരണമായോ ഡിജിറ്റൽ രൂപത്തിലോ ബോണ്ടുകളായോ കൈവശം വയ്ക്കുമ്പോൾ ബാധകമാകുന്ന നികുതി നിയമങ്ങളുണ്ട്. സ്വർണ്ണാഭരണങ്ങളോ നാണയങ്ങളോ ഡിജിറ്റൽ ഗോൾഡോ വാങ്ങുകയാണെങ്കിൽ 3% GSTയും ഒപ്പം ആഭരണങ്ങൾ നിർമ്മിക്കാനുള്ള പണിക്കൂലിക്ക് 5% GST വേറെയും നൽകേണ്ടതുണ്ട്. അതേസമയം ഗോൾഡ് ETFകൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവ വാങ്ങുമ്പോൾ GST നൽകേണ്ടതില്ല. വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന സ്വർണം ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ 6% കസ്റ്റംസ് ഡ്യൂട്ടിയും ബാധകമാണ്. അടുത്ത ബന്ധുക്കൾ സമ്മാനമായി നൽകുന്ന സ്വർണത്തിന് നികുതി നൽകേണ്ടതില്ല. എന്നാൽ ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് ഒരു വർഷം 50,000 രൂപയിൽ കൂടുതൽ മൂല്യമുള്ള സ്വർണം സമ്മാനമായി ലഭിച്ചാൽ അത് മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനമായി കണക്കാക്കി നികുതി നൽകേണ്ടതുണ്ട്. ഇതിനെപ്പറ്റി പലർക്കും അറിയില്ലെന്നതാണ് സത്യം. അതേസമയം മരണം വഴിയോ വിൽപത്രം വഴിയോ ലഭിക്കുന്ന സ്വർണത്തിന് നിലവിൽ നികുതിയില്ല. 2024 ജൂലൈ 23 ശേഷം സ്വർണം വിൽക്കുമ്പോൾ ലാഭം കണക്കാക്കുന്ന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. സ്വർണം വിറ്റുകിട്ടുന്ന തുക മുഴുവൻ വീട് വാങ്ങാനായി ഉപയോഗിക്കുകയാണെങ്കിൽ നിശ്ചിത നിബന്ധനകളോടെ നികുതി ഒഴിവാക്കാനാകും. സ്വർണ്ണാഭരണങ്ങൾ 24 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച ശേഷം വിൽക്കുകയാണെങ്കിൽ ലാഭത്തിന്റെ 12.5% നികുതി നൽകണം. ഇതിൽ ഇൻഡെക്സേഷൻ ആനുകൂല്യം ലഭിക്കില്ല. 24 മാസത്തിൽ താഴെയാണ് കൈവശം വെച്ചതെങ്കിൽ ലാഭം ആകെ വരുമാനത്തോടൊപ്പം ചേർത്ത് നികുതി സ്ലാബ് അനുസരിച്ച് നികുതി ഈടാക്കും. പൈതൃകമായി ലഭിച്ച സ്വർണം വിൽക്കുമ്പോഴും നികുതി നൽകണം. ഇത് വാങ്ങിയ കാലയളവ് കണക്കാക്കുന്നത് പഴയ ഉടമ അത് വാങ്ങിയ തീയതി മുതലായിരിക്കും. 24 മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ 12.5% നികുതിയും നൽകേണ്ടതുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.